ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അവരെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കുറച്ച് അവെയർ ആകണമോ വേണ്ടയോ എന്നാണ് ഇന്നത്തെ റീഡിങ്. ഇവിടെ റീഡിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ സെൻട്രലിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സെൻട്രലിൽ ഇരുന്നുകൊണ്ട് തന്നെ ആൾക്കാർ ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോ ആൾക്കാരുടെയും കണ്ണ് നിങ്ങളുടെ ലൈഫിന്മേലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കാണും. എന്തോ ഒരു വലിയ ഒരു ടേൺ നിങ്ങളുടെ ലൈഫിൽ വന്നു, എന്തോ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്നു. അത് കണ്ടപ്പോൾ ഇവർക്ക് ഒരു സംശയം, എന്ത് പറ്റി ഇവരുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താ. അങ്ങനെ ഇവർ ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എന്തോ വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി. അത് ഇവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ വീട് ചിലപ്പോൾ മോടി പിടിപ്പിച്ചിട്ടുണ്ടാവും, അല്ല എങ്കിൽ വീട്ടിലത്തേക്ക് പുതിയ എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ തോന്നുന്നത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ പൈസ വന്നു, മുമ്പൊന്നും ഇങ്ങനെ നിങ്ങൾ ചിലവാക്കിയിരുന്നില്ല, ഇപ്പോൾ എങ്ങനെ ചിലവാക്കുന്നു, എങ്ങനെ പൈസ വന്നു, അത് സോഴ്സ് എന്താണ്, അതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഈ ഒരു പരിവർത്തനം ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്കൊരു അത്ഭുതവും തോന്നത്തില്ല. കാരണം നിങ്ങൾ ഒരു സമയം എങ്ങനെയുള്ള ലൈഫാണ് ജീവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ള ലൈഫാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഓപ്പോസിറ്റുള്ള വ്യക്തികൾക്കാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ജീവിച്ച ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ഓരോ ക്ഷണത്തിലും നിങ്ങൾ തെറ്റുകാരല്ലാഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് പല ആൾക്കാരുടെയും ബ്ലെയിം സ്വീകരിക്കേണ്ട അവസ്ഥ വന്നു, നിങ്ങൾ തെറ്റുകാരാണ് എന്നുള്ള രീതിയിൽ. ആ സമയം നിങ്ങൾ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ ആരടുത്തും പറയാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള വേദനയായിരുന്നു. ആരും പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. കാരണം അവരെല്ലാം നിങ്ങൾ തെറ്റുകാരെന്നല്ലേ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടും ഒരു എന്താ പറയുക, പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫ് നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഒരു വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ സമയം ഉറപ്പായിട്ടും ആ വ്യക്തിയോട് നല്ലത് ചെയ്യുന്നതാണ്. ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ മേൽ ന്യായം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ടേൺ ഉണ്ടായത്, ഒരു ചേഞ്ച് ഉണ്ടായത്. ഇവിടെ എന്തോ നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിച്ചു. ആ നല്ലത് സംഭവിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറച്ചൊന്ന് അവെയർ ആവണം. ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ മേൽ മോശം ദൃഷ്ടി വച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു ആത്മാവ് പറയുന്നത് നിങ്ങൾ കേൾക്കണം. അത് ശരിയാണ്. ഒരു വ്യക്തിയുടെ മോശം ദൃഷ്ടി നിങ്ങളുടെ ലൈഫിന്മേലുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിന്മേൽ ഈ ഒരു മോശം ദൃഷ്ടി വച്ചേക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹമുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയാം. ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരോ ആയിരിക്കത്തില്ല. പക്ഷേ ഇവർക്ക് നിങ്ങളെ നല്ലതുപോലെ അറിയാം. നിങ്ങൾക്ക് ഇവരെ അറിയാമോ എന്നറിയത്തില്ല. എന്തൊക്കെയോ ഇവർക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. ഇവിടെ എപ്പോഴും ഒരു പ്രാവശ്യം നിങ്ങൾ ഈ വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളുടെ മേൽ ഒരു ദൃഷ്ടി വച്ചേക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ വ്യക്തിക്ക് എന്ത് കാര്യമാണ് നിങ്ങളോടുള്ളത്. അവരുടെ ആ ഒരു ജോലി പോലും വിട്ടിട്ട് അവർ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ വ്യക്തിയുടെയും സമയമെന്ന് പറയുന്നത് വളരെ പ്രിഷ്യസ് ആയിട്ടുള്ള സമയമാണ്. ആ ഒരു സമയം അവരുടെ ആ ഒരു ജോലിയെല്ലാം കളഞ്ഞിട്ട് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ അവരുടെ ആ ഒരു പ്രിഷ്യസ് സമയമല്ലേ വേസ്റ്റായി പോകുന്നത്. ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഇവർക്ക് എന്തോ നിങ്ങളോട് പറയണമെന്നുണ്ട്. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇവർ സ്വന്തം ജോലി പോലും മറന്ന് നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണോ പറയാനുള്ളത്, എന്തായാലും നിങ്ങൾ ഒരു ദിവസം കണ്ടുമുട്ടും. അപ്പോൾ ഇവർ നിങ്ങളോട് കാര്യം പറയും. എന്തെങ്കിലും കാര്യത്തിൻ്റെ ജസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ ഇവർ പറയാൻ പോകുന്നത്. ഇല്ല എങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ അടുത്ത് എത്തണമെന്നുള്ളത് വളരെ അത്യാവശ്യമായിരിക്കാം. അതുകൊണ്ട് ഈ വ്യക്തി മുഖേന ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കാം. എന്തായാലും ഈ വ്യക്തി നിങ്ങളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ജോലി പോലും ഉപേക്ഷിച്ചിട്ട് അവർ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ മേൽ ഭയങ്കരമായിട്ട് ദൃഷ്ടി വയ്ക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. എന്തിനാണ് ഇവർ ഇങ്ങനെ ദൃഷ്ടി വയ്ക്കുന്നത് നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുമുണ്ട്.
ഇവിടെ എന്തോ ഒരു സീക്രട്ട് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിയറിൽ എന്തോ ഒരു സത്യം പുറത്തു വരാൻ പോകുകയാണ്. അത് റിലേറ്റഡ് ആയിട്ടും ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ദൃഷ്ടി വച്ചിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതാണ്. അപ്പോൾ ആൾക്കാർ നോക്കുന്നത് നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെ പോകും എന്നാണ്. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തി കാരണം വരുന്നതായിട്ട്, അപ്പോൾ നിങ്ങൾ എന്താണ് പ്രതികരിക്കുന്നതെന്ന് മറ്റുള്ളവർ നോക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത എന്തോ ഒരു കാര്യം ഈ വ്യക്തിക്ക് അറിയാം. ഈ വ്യക്തി നിങ്ങളോട് അത് പറയുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്നാണ് ആൾക്കാർ നോക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ കഴിഞ്ഞുപോയ സമയം നിങ്ങളുടെ ലൈഫിലെ ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. പക്ഷേ അപ്പോൾ നിങ്ങളുടെ ആ ഒരു മോശം സാഹചര്യം അത് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് മൈൻഡില്ല. ഈ വ്യക്തി നിങ്ങളോട് ആ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ അതാണ് കൂടുതലായിട്ട് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മോശം സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രതിക്രിയ എന്തായിരിക്കും, അതാണ് ആൾക്കാർ നോക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി എങ്ങനെയെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ നേരെ ഒരു വലിയ കൊടുങ്കാറ്റ് വരുന്നെന്ന് വിചാരിച്ചോ, നിങ്ങൾ ഒരാൾ മതി അതിനെ തടയാനായിട്ട്. അങ്ങനെ തടയാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഇവിടെ ഇതെല്ലാം ആൾക്കാരിൽ അത്ഭുതം ഉണ്ടാക്കുന്നു. അതായത് അവർ ചിന്തിക്കുന്നതിനപ്പുറമാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെങ്ങനെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്നാണ് അവർക്ക് തോന്നുന്നത്. ഇവിടെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു ജിജ്ഞാസ ഉണ്ടാക്കുന്നു നിങ്ങളുടെ ആ ഒരു ലൈഫ് നോക്കുമ്പോൾ. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്ന തുറന്ന പുസ്തകം പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രൈവസിയെ പ്രൈവറ്റായിട്ട് തന്നെയാണ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആൾക്കാർ ഇങ്ങനെയാണ്, ഡയറക്റ്റായിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കും. എന്താ നിങ്ങളുടെ ലൈഫിൽ അന്ന് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റായിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കും. പക്ഷെ നിങ്ങൾക്കത് ഒട്ടും തന്നെ ഇഷ്ടം ഇല്ലാത്ത കാര്യമാണ്. കാരണം നിങ്ങൾ ആരുടെ ലൈഫിലും തലയിടാൻ പോകുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ആൾക്കാർ ആവശ്യമില്ല തലയിടാൻ വരികയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ ഒരു ബാലൻസ് ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടാവാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയൊരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്നുകിൽ ലഭിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നതായിരിക്കാം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു അന്യായം സഹിച്ചു. ആ ഒരു അന്യായം നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നു. നിങ്ങളുടെ ഭാഗത്ത് അപ്പോൾ ഒരു തെറ്റുമില്ല, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു അന്യായം സഹിക്കേണ്ടി വന്നു. ഇവിടെ ബ്ലാക്ക് ഓർ വൈറ്റ് ഡോഗിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നത് സാറ്റൻ്റെ എനർജി ആയിട്ടാണ്. അതായത് നിങ്ങൾ തെറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും സഹിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് വളരെ വലിയൊരു ന്യായം കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെ ഒത്തിരി പക്ഷാഭേദം ആൾക്കാർ കാണിച്ചു. ഈ ലോകത്തിലുള്ള പല ആൾക്കാരും അങ്ങനെ നിങ്ങളോട് കാണിച്ചത് എല്ലാവരും കണ്ടിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ആ ഒരു ശ്രദ്ധ നിങ്ങളുടെ മേൽ കൂടുതൽ വരികയാണ്. ഒരു വിൻ വിൻ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചിരിച്ചാലും കരഞ്ഞാലും നിങ്ങൾ പ്രതികരിച്ചാലും എല്ലാ രീതിയിലും നിങ്ങളുടെ ആ ഒരു പ്രതികരണം കാണാനാണ് ഈ ലോകത്തിലുള്ള ആൾക്കാർ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ പ്രതികരണം അത് എന്തുമായിക്കൊള്ളട്ടെ അത് ഇവർ കാണാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സെൻട്രൽ നിങ്ങളായതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ നിങ്ങളുടെ ലൈഫ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏതോ വ്യക്തിയുടെ പ്ലാനിങ്ങും നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആരുടെ മേലും അന്ധവിശ്വാസം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇപ്പോഴത്തെ സമയം അങ്ങനത്തെ സമയമാണ്. ആരുടെ മേലും ഒരു അന്ധവിശ്വാസവും ചെയ്യാൻ പാടില്ല നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർ ആരാണ്, അവരുടെ മേൽ നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് വിശ്വാസമുണ്ട്, അങ്ങനെയുള്ളവരോട് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയുക. അല്ലാത്ത പുറത്തുള്ള ആൾക്കാരോടൊന്നും നിങ്ങൾ ഒരു കാര്യവും പറയാൻ പോവരുത്. കാരണം ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം ഓരോ കാൽവെപ്പും നിങ്ങൾ വയ്ക്കാനായിട്ട്. ഇവിടെ പാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഫേസ് ചെയ്തത് അത് റിലേറ്റഡ് ആയിട്ട് ഒരു പാഠം വീണ്ടും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല.
കാരണം നമ്മൾ നല്ലതെന്ന് പറഞ്ഞ് ഒരു വ്യക്തിയോട് പറയുന്നത് ആ വ്യക്തി ചിലപ്പോൾ ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിരിക്കാം. നിങ്ങളോടൊന്ന് പറഞ്ഞ് മറ്റൊരാളോട് വേറേത് പറയുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ആ വ്യക്തി മറ്റൊരാളുടെ അടുത്തെത്തിക്കും. അപ്പോൾ അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ പാടില്ല ഇന്നത്തെ കാലത്ത്. നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോൾ ഒരു ആക്ഷൻ പോകുന്നുണ്ടെങ്കിലും നമ്മൾ പണ്ട് എന്തൊക്കെ പാഠമാണോ പഠിച്ചത് അത് ഓർത്തിട്ട് വേണം ഓരോ ആക്ഷൻ എടുക്കാൻ. ഇവിടെ നിങ്ങളുടെ ചുറ്റിൽ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഒരു ഡബിൾ പേഴ്സണാലിറ്റിയാണ്. അതായത് നിങ്ങളോടൊന്ന് പറയും, അവർ മറ്റൊരാളോട് വേറൊന്ന് പറയും. അങ്ങനത്തെ ഒരു ഡബിൾ പേഴ്സണാലിറ്റിയിലുള്ള വ്യക്തിയാണ്. നിങ്ങൾ കുറച്ചൊന്ന് അവരെ അവെയർ ആവേണ്ടതാണ്. ഇവിടെ ഒരു വ്യക്തി അവരുടെ ആ ഒരു ഉള്ളിലുള്ള ഇമോഷൻസ് നിങ്ങൾ മുന്നിൽ ഹൈഡാക്കി വെച്ചൊക്കെയാണ്. അത് നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. അപ്പോൾ ഏത് വ്യക്തി ആയാലും 100% എത്ര തന്നെ വിശ്വസിക്കാൻ പറ്റിയ വ്യക്തി ആയാലും നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ അവരോട് ഷെയർ ചെയ്യാൻ പോകണ്ട. കാരണം ഇപ്പോഴത്തെ ആ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് എല്ലാം ഓരോ നീക്കവും അവെയർ ആവേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇവിടെ എന്താണോ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകുന്ന ആ ഒരു കാര്യം, ആ കാര്യം അറിയുമ്പോൾ നിങ്ങളുടെ പ്രതിക്രിയ എന്താണെന്നാണ് ആൾക്കാർ നോക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നോക്കാം. ഇവിടെ ഒരു വ്യക്തി ഇങ്ങനെയാണ്, അതായത് ആ വ്യക്തി പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്. ആ വ്യക്തിയെ നിങ്ങൾക്ക് നല്ല പോലെ പരിചയമുണ്ട്, ആ വ്യക്തിയുടെ സ്വഭാവം. അതായത് ഈ വ്യക്തി എപ്പോഴും ഒരേ രീതിയിലുള്ള സ്വഭാവമാണ് നിങ്ങളോട് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് അവരുടെ സ്വഭാവത്തിലൊരു മാറ്റമുണ്ട്. അങ്ങനൊരു മാറ്റം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഓവർ തിങ്കിങ് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പോകരുത്. ഇവിടെ എന്തായാലും എന്ത് കാര്യമാണോ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരേണ്ടത് ആ ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും. ഇവിടെ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് വേണ്ടി ഒട്ടും തന്നെ നല്ലതല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ഒരു ദേഷ്യമുള്ള സ്വഭാവം, അതായത് എന്ത് കാര്യവും വാശിയിൽ നടത്തിയെടുക്കുന്ന അങ്ങനൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. കൂടാതെ ഇവരുടെ ആ ഒരു കാലിൽ എന്തോ ഒരു വിരലിൽ എന്തോ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ട് എങ്കിൽ ഇവരുടെ കാലിൻ്റെ വിരലുകൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. പിന്നെ എല്ലാ കാര്യത്തിനും ഒരു തിടുക്കം ഇവർക്ക് ഉണ്ട്. എല്ലാം പെട്ടെന്ന് ചെയ്യണം തിടുക്കമുള്ള സ്വഭാവം. പിന്നെ കുനിയാനൊക്കെ ഇച്ചിരി പാടുള്ള വ്യക്തിയാണ്. ഇവിടെ എന്ത് സിംറ്റംസ് ആണോ എനിക്ക് കിട്ടുന്നത് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഈ വ്യക്തി എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ് എങ്കിൽ ഈ ഞാൻ റീഡിങ്ങിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അപ്പോൾ ക്ലിക്ക് ആവുമല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ അവെയർ ആവുമല്ലോ. ഇവിടെ ചില വ്യക്തിയുടെ മേൽ രാഹുവിൻ്റെ ആ ഒരു പ്രഭാവം ഉള്ളപ്പോൾ ഞാൻ ഏത് വ്യക്തിയെക്കുറിച്ചാണോ നിങ്ങളോട് ഡൗട്ട് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന മറ്റൊരു വ്യക്തിയായിരിക്കും. കാരണം രാഹുവിൻ്റെ ആ ഒരു പ്രഭാവം നമ്മുടെ മേൽ ഉള്ളപ്പോൾ നമ്മളെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകും. അതായത് ശരിയായ വ്യക്തിയുടെ അടുത്ത് കൊണ്ടുപോകാതെ തെറ്റായ വ്യക്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും നമ്മുടെ ആ ചിന്ത. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ഇവിടെ സിംറ്റംസ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയറായിട്ടൊരു കൺഫർമേഷൻ ഉണ്ടാവാൻ വേണ്ടിയാണ്. ഇവിടെ എപ്പോഴായാലും ഈ വ്യക്തിയെ നിങ്ങൾ കാണുമ്പോൾ റൈറ്റ് ഹാൻഡിൽ ആ ഒരു വിരലുകൾക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഇവർക്ക് എണീക്കാനും കുനിയാനും ഇരിക്കാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തിയുടെ മേൽ കുറച്ചൊന്ന് ഒരു അവെയർനെസ് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. ഇവിടെ നിങ്ങൾ തിടുക്കപ്പെട്ട എന്ത് തീരുമാനമാണോ എടുത്തത് ആ ഒരു തീരുമാനം ചിലപ്പോൾ നിങ്ങൾക്ക് എതിരായിട്ടായിരിക്കും വരുന്നത്. കാരണം നമ്മൾ എപ്പോഴും തിടുക്കപ്പെട്ട് എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ നമുക്ക് ഫേവർ ആവണമെന്നില്ല, നമുക്ക് വിരുദ്ധമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. എന്തായാലും ന്യായം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ മേൽ കുറച്ചൊന്ന് അവെയർനെസ് വയ്ക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ന്യായം ലഭിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തോ ഒരു തീരുമാനം എടുത്തു, പക്ഷേ ഇതുവരെയും അതിൻ്റെ ആ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. പക്ഷേ കുറച്ച് ദിവസത്തിനകം നിങ്ങളുടെ മുന്നിൽ ആ ഒരു കാര്യം വരുന്നതാണ്. ഇവിടെ ഈ ഒരു വ്യക്തി എടുത്ത ആക്ഷൻ എന്താണോ അത് മറ്റുള്ളവർക്കറിയാം, പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അവെയർനെസ്സും ഇല്ല. പക്ഷേ ഇത് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സത്യം വരുമ്പോഴാണ് നിങ്ങളുടെ പ്രതിക്രിയ എന്താണെന്ന് ആൾക്കാർ നോക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്.
ഇവിടെ ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചത് നിങ്ങളെ പൂർണ്ണമായിട്ടും ഹെൽപ്ലെസ് ആക്കാൻ വേണ്ടിയാണ്. അതായത് പൂർണ്ണമായിട്ടും കുറേ സോഴ്സിൻ്റെ ഇടയിൽ നിങ്ങളെ കെട്ടിവയ്ക്കാൻ ആഗ്രഹിച്ചു. എന്നിട്ട് നിങ്ങളുടെ കണ്ണ് അടച്ചു വയ്ക്കാൻ ആഗ്രഹിച്ചു. അതായത് നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ണ് അടച്ച് അങ്ങനെ വയ്ക്കാനാണ് ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിച്ചത്. ഇവിടെ എന്തായാലും എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് ഹൈഡാക്കി വച്ചൊക്കെയാണ് ആരോ. ആ ഒരു ഹൈഡാക്കി വച്ചിരുന്ന കാര്യം ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് എന്തായാലും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഹൃദയം പേടിക്കുന്നുണ്ട്, എന്തോ നിങ്ങളുടെ മേൽക്ക് ആരോ മോശം ദൃഷ്ടി വയ്ക്കുന്നുണ്ട് എന്നൊക്കെയുള്ള പേടി നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഹൈഡാക്കിയ ആൾക്കാർ വച്ചേക്കുന്നത് എന്ന്. ഇവിടെ എന്തായാലും ഇപ്പോഴത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ആക്കുന്ന സമയമാണ്. നിങ്ങളുടെ ലൈഫിലെ പെയിൻ എന്താണോ അത് പുറത്ത് കൊണ്ടുവരുന്നതാണ്. അതായത് ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി വച്ചേക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല, പക്ഷെ അത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും ദൈവം. ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു വ്യക്തിയുടെ കൂടെ മുന്നേ നിങ്ങൾക്ക് വളരെ വലിയൊരു വഴക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വാശിയുടെ പുറത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞ് ഇവർ ദേഷ്യത്തിൽ ഇങ്ങനൊരു സ്ഥിതി ക്രിയേറ്റ് ആക്കിയിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളായിരിക്കാം. ഇവിടെ എന്തായാലും നിങ്ങൾക്കും അവരും തമ്മിൽ വളരെ വലിയ ഒരു വഴക്കുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ദേഷ്യത്തിലാണ് അവർ നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്. അതായത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് നിങ്ങളുടെ അസുരക്ഷയ്ക്ക് വേണ്ടി ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ദേഷ്യത്തിൻ്റെ പുറത്ത് എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക, ഒരിടത്തും സ്റ്റക്കാവാൻ പാടില്ല. ഇവിടെ നിങ്ങൾക്കുള്ളതായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ അംബീഷനിലാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെ എങ്ങനെയെങ്കിലും തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അംബീഷനിൽ ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ ഉറപ്പായിട്ടും ദൈവം ഇട്ട് തരുന്നതാണ്. ആ ഒരു അവസരം കറക്റ്റായിട്ട് വിനിയോഗിക്കുക നിങ്ങൾ. ഇതുകൂടാതെ നിങ്ങളുടെ മുന്നിൽ ശരിയേത് തെറ്റേത് ആ ഒരു കാര്യവും വരുന്നതാണ്. ഇവിടെ എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്ന് ഇരിക്കും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് തീരുമാനം, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ന്. ഇവിടെ മുന്നേയൊന്നും സിറ്റുവേഷൻസ് ഇത്ര ഓപ്പണായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നില്ല. ഇപ്പോൾ സിറ്റുവേഷൻസ് ഓപ്പണായിട്ട് നിങ്ങളുടെ മുന്നിൽ വരികയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ ലൈഫിലൊരു ടേണ്, ഒരു മോഡ് ഉണ്ടാവുന്നതാണ്. ഇവിടെ ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ എനിക്ക് മുന്നോട്ട് ജീവിക്കാനുണ്ട്. എനിക്ക് ന്യായം ഉണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ അംബീഷൻ എന്താണോ അതിൽ ഞാൻ ഫോക്കസ് ചെയ്യും. അല്ലാതെ ഒരിടത്തും സ്റ്റക്കായിട്ടിരിക്കത്തില്ല. അവർ എന്നോട് എങ്ങനെ ചെയ്തു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സ്റ്റക്കായിട്ടിരിക്കത്തില്ല. എൻ്റെ അംബീഷൻ എന്താണോ അത് ഞാൻ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അങ്ങനൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. ഇവിടെ നിങ്ങളുടെ മനസ്സിനുള്ളിലെ ആ ഒരു തകർന്ന ഭാവം അത് ഈശോനല്ലാതെ വേറെ ആർക്കും മനസ്സിലാവത്തില്ല. പക്ഷെ ആ ഭാവം മാറ്റിവെച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാതെ നമ്മൾ സ്റ്റക്കായിട്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആരോടും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം. സമയം പോകുന്നതാണ്, പക്ഷെ നമ്മളുടെ ധൈര്യം ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ല. ഈ ഒരു ധൈര്യം ഈ ലോകത്തിലുള്ളവർ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം നമ്മൾ ഒരിക്കലും തകർന്നു പോകുന്നത് നമ്മളെ സ്നേഹിക്കുന്നവർ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല അവർക്ക്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരിടത്തും തകർന്നു പോകരുത്. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകണം. ഇവിടെ നിങ്ങളുടെ കൂടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതേപോലെ നിങ്ങളുടെ ന്യായം നടക്കുന്നതും ഈ ലോകത്തിലുള്ളവർ കാണുന്നതാണ്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ന്യായത്തിൻ്റെ പ്രാർത്ഥന ചെയ്തിട്ടുണ്ടാവത്തില്ല. പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി ന്യായത്തിൻ്റെ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ന്യായം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇപ്പോൾ ആൾക്കാർ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വസ്ത്രധാരണ രീതിയിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് കുറച്ചൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ട്. ക്യാഷ് എല്ലാം ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആൾക്കാർ ഇതാണ് കാണുന്നത്. അതായത് ഇവർക്ക് എങ്ങനെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് വന്നു, എങ്ങനെ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നു. നമുക്ക് ആരുടെയും കാര്യം ചിന്തിക്കാൻ സമയമില്ല, പക്ഷേ മറ്റുള്ളവർക്ക് നമ്മുടെ കാര്യം ചിന്തിക്കാൻ സമയമുണ്ട്.
അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇൻകം കിട്ടുന്നത്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നത്, അത് സ്രോതസ്സ് എന്താണ്, അതൊക്കെ ഇങ്ങനെ ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാഷ് എത്രയാണ് നിങ്ങൾക്ക് വരുന്നത്, നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഇത്രത്തോളം ടേൺ ആയി, ഇതെല്ലാമാണ് അവർ നോക്കുന്നത്. നിങ്ങളെല്ലാം എങ്ങനെ ബാലൻസിൽ കൊണ്ടുപോകുന്നു എന്നാണ് ആൾക്കാർ നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ വളരെയധികം സ്ട്രോങ് ആക്കി വച്ചിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനിയും ദൈവം നിങ്ങളെ ഫിനാൻഷ്യൽ മാറ്ററിൽ കുറച്ചും കൂടെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഗ്രോത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് ഹൈഡാക്കി വച്ചേക്കുകയാണ്. ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫ് തന്നെ ഇപ്പം ഉള്ളതിനെയും കാട്ടി കുറച്ചും കൂടെ ചേഞ്ച് ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. ക്യാഷ് ജമ്പ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തെങ്കിലും വഴി തുറക്കും ക്യാഷിന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. അങ്ങനെ ഓരോ സമയവും ഓരോ രീതിയിൽ ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ വർക്കിലും ഒരാളുടെ കണ്ണുണ്ട്, പക്ഷേ നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യത്തിൽ ദൈവം നിങ്ങളെ രക്ഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏത് വ്യക്തിയായാലും അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ അങ്ങോട്ട് പറയാൻ പോവരുത്. കാരണം ആൾക്കാർ നിങ്ങളുടെ മേൽ കണ്ണുവയ്ക്കുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഒരു റെസ്പോൺസിബിലിറ്റിയെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ സ്വഭാവം റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ആൾക്കാരുടെ ആ ഒരു എന്താ പറയുക, നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയത്തില്ല. നിങ്ങളുടെ സ്വഭാവം പഴയതിനെക്കാട്ടി നല്ലതായി ഇപ്പോൾ, നിങ്ങളിപ്പോൾ പഴയ ആളേ അല്ല. അങ്ങനെ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സ്വഭാവത്തിനെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം അവർ അത്രമാത്രം നിങ്ങളുടെ സ്വഭാവത്തെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. ഇവിടെ നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ, ജോലി സ്ഥലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില നല്ല കാര്യങ്ങൾ, പട്ടികൾക്ക് ആഹാരം കൊടുക്കുക, കാക്കകൾക്ക് ഭക്ഷണം വെള്ളവും കൊടുക്കുക, പക്ഷികൾക്ക് അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം പാവപ്പെട്ട ആൾക്കാർ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യവും കൂടെ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആൾക്കാർ ഇത്രമാത്രം നിങ്ങളെ നോട്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ സ്വഭാവം മാറിയെന്ന്, പഴയതുപോലെ അല്ല എന്ന്. ഇതല്ല എങ്കിൽ വീടിനടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വന്നാൽ നിങ്ങൾ ഓടിയെത്തുന്നു അവിടെ അവരെ സഹായിക്കാനായിട്ട്. ഈ കാര്യങ്ങളെല്ലാം ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം നിങ്ങളോട് നേരിട്ട് പറഞ്ഞില്ല എങ്കിൽ പോലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ഈ വ്യക്തി നല്ല ഒരു വ്യക്തിയാണ്, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു സങ്കോചവും കൂടാതെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അവരുടെ സ്ഥാനത്ത് നിങ്ങളെയാണ് കാണുന്നത്. ആ സമയം മുന്നേ നിങ്ങൾ ഭയങ്കരമായിട്ട് അഹങ്കാരിയാണ് എന്നുള്ള ആ രീതിയിലാണ് ആൾക്കാർ സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ആർക്കും ഒരു സങ്കോചവുമില്ല. കാരണം നിങ്ങളുടെ സ്വഭാവം മാറിയെന്ന് അവർക്ക് മനസ്സിലായി. കാരണം എല്ലാവരുടെയും ആ ഒരു പ്രശംസയുടെ ആ ഒരു ഭാഗമായി കഴിഞ്ഞു. നിങ്ങൾക്ക് വളരെയധികം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളിപ്പോൾ. ഇവിടെ എന്തായാലും നിങ്ങളുടെ ഇമേജ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മോശം ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ അത് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി അങ്ങോട്ട്. ഇവിടെ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു വ്യക്തി അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങളെക്കുറിച്ച് ആരോപണങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു. അതായത് നിങ്ങൾ വളരെ മോശമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫ് തന്നെ സ്പോയിലാക്കുന്ന രീതിയിലാണ് ഇവർ ആരോപണങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. ഇവർ എത്രത്തോളം നിങ്ങളുടെ ലൈഫിനെ മോശമാക്കാൻ ശ്രമിച്ചോ, ദൈവം നിങ്ങളുടെ ലൈഫിനെ അത്രത്തോളം നല്ലതാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ട്. ഇവിടെ നിയറിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയ നല്ലൊരു കാര്യം നടക്കാൻ പോവുകയാണ്. കാരണം ആരൊക്കെ നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്കതിൻ്റെ ന്യായം ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.